കൊച്ചി സേലം ദേശീയപാതയിൽ മലയാളികളായ കാർ യാത്രക്കാർക്ക് നേരെ ആക്രമണമുണ്ടായി. 3 കാറുകളിലെത്തിയ മുഖംമൂടി ധരിച്ച അക്രമി സംഘം കാർ അടിച്ചു തകർക്കുകയായിരുന്നു. വിവരം അറിയിക്കാൻ കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ദുരനുഭവം ഉണ്ടായി എന്നും പരാതി. കവർ മാസ്ക് വെച്ചേക്കണവരുണ്ട്. അപ്പോഴാണ് ഇവനെ എണീച്ചിട്ട് എന്നോട് പറഞ്ഞത് വണ്ടി എടുക്കും. എത്ര പേരുണ്ടായിരുന്നു? എന്തായാലും 10 പേര് കുറയാത്ത എന്തായാലും ഉണ്ട്. അപ്പോൾ അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോഴാണ് ഇവനെ എണീച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ വണ്ടി എടുക്കുമെന്ന് പറയണേ. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്താ സംഭവം. അപ്പോഴാണ് ഫ്രണ്ടിൽ ഇറങ്ങി വന്നെ ഈ ഫുൾ മാസ്ക് വെച്ചിട്ട് വന്ന ആളെ ഞാൻ കാണുന്നത്. ഞാനപ്പോൾ തന്നെ റിവേഴ്സ് ഇട്ടിട്ട് നമ്മുടെ ഫുൾ കാലം കൊടുത്ത് എല്ലാവരും ബാഗിലിരുന്നവരൊക്കെ നല്ലോണം കരഞ്ഞു. അവർക്ക് പെട്ടെന്ന് പേടിച്ചു പോയി. ഇതെന്താ സംഭവം എന്ന് അറിയാണ്ടേ. നമ്മൾ ആദ്യമായിട്ടുള്ളതൊക്കെ കാണുന്ന സിനിമയിൽ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ സംഭവമൊക്കെ. അപ്പം തന്നെ നമ്മൾ വണ്ടി ഫുൾ റിവേഴ്സ് എടുത്ത് നേരെ ബാഗിലേക്ക് ഒന്നും നോക്കിയില്ല. എന്താ സംഭവം ബാഗിൽ തന്നെ ഉള്ളതൊന്നും നോക്കില്ല. ഞാൻ ബാഗിൽ വണ്ടികളൊന്നും കാണല്ല. നേരെ വന്നിട്ട് എത്തിയ ഫുള്ള് ഇടിച്ചു പൊളിച്ചും ബാഗിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് നേരെ ഫസ്റ്റ് ഇട്ടു. അപ്പം തന്നെ എല്ലാവരും ഫ്രണ്ടിൽ കാണും ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണം. എല്ലാവരും സ്ഥലം കിട്ടിയപ്പോഴത്തേക്ക് ഇടിച്ചങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ഇവിടെ ഡോർ രണ്ടും ഇങ്ങനെ തുറന്നു വെച്ചാൽ റോള് അത് രണ്ടും ഇടിച്ച് പൊളിച്ചുകൊണ്ട് പോയി. നേരെ ചെന്നിട്ട് നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു 300 മീറ്റർ നടത്തിയപ്പോൾ തന്നെ ടോളുണ്ടായി. അവിടെ തന്നെ 2 പോലീസുകാർ നിൽക്കുന്നുണ്ടായി. നേരെ അവർക്ക് കൊടുത്തു. കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമ്മുടെ വിഷ്വൽ കയ്യിലിരിക്കണ എല്ലാം അവരപ്പോൾ നമ്പർ ചോദിച്ചു. നമ്പർ കാണാണ്ടറിയില്ല, ഓർക്കണില്ല. KL എന്ന് പറഞ്ഞ വണ്ടി. കാരണം ഇന്നോവയുടെ നമ്പർ ഞാൻ കണ്ടു KL എന്ന്. പക്ഷേ നമ്പർ കിട്ടിയില്ല. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇങ്ങനെ സമാധാനമായിട്ട് വന്നപ്പോഴാണ് വണ്ടിയിൽ ക്യാമറകൾ വരെ ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടിയിൽ ക്യാമറ ഉണ്ട്, അതിൽ നോക്കിയാൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ ഇതൊക്കെ വിഷ്വലൊക്കെ എടുത്തിട്ട് ഇവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ തന്നെ ഇവർ നമ്മൾ സീരിയസ്നെസ് മനസ്സിലാക്കി ഇവരെല്ലാം ട്രാഫിക്കിലും എല്ലായിടത്തും അറിയിച്ചു. എന്നിട്ട് നമ്മൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇരുന്ന് ഇനി രാവിലെ ആയിട്ട് SI വന്നിട്ട് FIR തമിഴ്നാട് പോലീസ് FIR ഇട്ടിട്ട് പോയാതെന്ന് പറഞ്ഞാൽ അവർ രാവിലെ നമ്മളെ കൊണ്ടുപോയി സ്റ്റേഷനിൽ ഇരുത്തി. നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു അവർ. ഇവിടെ എന്താ സംഭവിച്ചത്? കുന്നത്താട് പോലീസ് സ്റ്റേഷനിൽ ഇവിടെ വന്നു. നമ്മളപ്പോൾ ഇന്നലെ ഇവിടെ വന്ന് പ്രശ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എന്തായാലും എല്ലാവരും പറഞ്ഞു നാട്ടിലും കൂടെ ഒന്ന് പറഞ്ഞേക്ക്, പോലീസിനെ അറിയിക്കണം. കാരണം ഇത്രയും വലിയൊരു സംഭവം നടന്നതാണ്. ഞങ്ങളത് വിഷയമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തമിഴ്നാട് പോലീസ് നമ്മുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി ഈ വിഷ്വൽ ഷെയർ ചെയ്യരുത്, ആർക്കും കൊടുക്കരുത്, കാരണം നമ്മുടെ കേസിനെ ബാധിക്കുന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മളത് കൊടുക്കാണ്ടിരുന്നതാണ്. അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു ഒന്ന് പോലീസുകാരെ ഒന്ന് അറിയിച്ചേക്കാൻ പറഞ്ഞ് ഞാനും എൻ്റെ ഫാദറും അതുപോലെ ചാൾസിൻ്റെ ഫാദറും ഉണ്ടായി. അപ്പോൾ ഇവരും വന്നു. ഞങ്ങൾ 4 പേരും കൂടിയാണ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. സ്റ്റേഷനിൽ ചെന്നിട്ട് നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ അവർ ഇങ്ങനെ എവിടെ വെച്ച് ഇങ്ങനെ തമിഴ്നാട്ടിലാണോ? സാർ തമിഴ്നാട്ടിലാണ്, നമുക്കാണ് പ്രശ്നം പറ്റിയത്. വണ്ടികളെല്ലാം KL വണ്ടികളാണ്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു അത് നമുക്ക് വീഡിയോ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു സാർ അതെ വീഡിയോ ഉണ്ട് എൻ്റെ കയ്യിൽ, ഒന്ന് കണ്ടുനോക്കാൻ പറഞ്ഞു. വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അതാണ് ആ സാർ ചോദിക്കണം എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ അപ്പോൾ തന്നെ ഞാൻ എടുത്തു. അപ്പോൾ ഞാൻ ഫോൺ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അവിടെ വെച്ച് പറയാം അവർ പറഞ്ഞു അവർക്ക് ഓരോ പരിപാടികളുണ്ടെന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഇതല്ലാണ്ട് വേറെ പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ സമയത്താണ് പോയത്. നമ്മൾ 8 മണിയൊക്കെ മുമ്പ് എന്തായാലും ചെന്നു. അവിടെ നമ്മുടെ അടുത്ത് തന്നെ സ്റ്റേഷനും. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരിങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞു വേണമെങ്കിൽ ഞങ്ങൾ പണി ചെയ്യാം, അഡ്രസ്സ് 2 പേര് എഴുതി വെച്ചേക്കാം, ഞങ്ങൾക്ക് വേണ്ടി നൈറ്റ് പെട്രോളിങ്ങിനാണ് ആരും പോകണമെങ്കിൽ അവിടെ വിട്ടേക്കാന്ന്. ഞാൻ മതിക്കരയിലുള്ള സ്റ്റേഷനിൽ SI ഇപ്പോൾ ഇത് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് കൊടുക്കുന്നതിന് മുമ്പ് അവരുടെ അടുത്ത് ചോദിക്കണമല്ലോ വിഷ്വൽ. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു സാറേ എന്തായി? അവർ 4 പേരെ പിടിച്ചിട്ടുണ്ട്, ഇനി 4 പേരും കൂടെ ഉള്ളൂ. അവരിപ്പോൾ തന്നെ ഇതാവെന്ന് പറഞ്ഞു, മലയാളികളാന്ന് പറഞ്ഞു. 4 പാലക്കാടുള്ളവരാന്ന് പറഞ്ഞത്. ഒരു നടുക്കത്തിൽ നിന്നും വിട്ടു മാറിയിട്ടില്ല. ഇതുവരെ മാറിയിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. എല്ലാവരും നമ്മളത് കാണുമ്പോൾ നമ്മളിതൊക്കെ TV സിനിമയിൽ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇങ്ങനെ ഒരു ചേസിങ്ങും. ഞങ്ങളിത് വിഷ്വൽ കൊടുക്കാൻ കാരണം ഇനി മലയാളികൾ അവിടെ പോകണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കണം. കാരണം 2:30 ആ സമയത്ത് ഇവരുടെ ഇന്ന് നമ്മൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു നാട് റോഡിൽ. അപ്പൊ അതുകൊണ്ട് ഇനി പോണവരെല്ലാം ഇത് ശ്രദ്ധിക്കണം. കാരണം ഫാമിലിയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇതിപ്പോ മരിച്ചിട്ട് വന്നെങ്കിൽ നമ്മുടെ ബോഡിക്ക് എസ്കോർട്ടായിട്ട് കുറെ പേര് വരും. രതീഷ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി രതീഷ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ പിടികൂടിയെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നതും മലയാളികൾ തന്നെയാണെന്നാണ് തമിഴ്നാട് പോലീസ് അവരെ അറിയിച്ച വിവരം. പാലക്കാട് സ്വദേശികളായ 4 പേർ പിടിയിലായിട്ടുണ്ട് എന്നതാണ് ഈ കേസിൽ ഏറ്റവും അവസാനമായി നമുക്ക് ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കേസുമായി സംബന്ധിച്ച് കേരള പോലീസിന് അതിൻ്റെതായ പ്രോട്ടോക്കോളും സ്റ്റേഷൻ പരിധിയെ സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടെങ്കിൽ കൂടി ഒരു പരാതി അറിയിക്കാൻ എത്തുന്ന ഈ യുവാക്കളുടെ പരാതി കേൾക്കുക എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ആവശ്യമാണ്. അത് പോലീസുകാരുടെ ജോലിയാണ്. പക്ഷേ അത് കേൾക്കാൻ പോലും തയ്യാറായില്ല. ഇത്രയും ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിട്ട് പോലും അത് കാണാൻ പോലും പോലീസുകാർ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് ഈ കേസിൽ ഇവർക്ക് നേരിട്ട ഒരു ദുരനുഭവം. അത് ഗുരുതരമായൊരു പ്രശ്നം തന്നെയാണ്. ഈ പാലക്കാട്ടുകാരുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പരിചയമോ എന്തെങ്കിലും ഉണ്ടോ? ഒരു പരിചയമില്ല. കാരണം വണ്ടിയായിട്ട് യാത്ര ചെയ്തുകൊണ്ട് പോയപ്പോൾ എന്തെങ്കിലും തർക്കമോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വല്ല ആൾക്കാർക്ക് സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ക്യാമറ ഫുള്ള് എവിഡൻസ് ആണ്. 30 ദിവസത്തെ എവിഡൻസ് മുഴുവൻ ദൃശ്യങ്ങളുണ്ട്. മൊത്തം ഉണ്ട്.
ദൃശ്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് 30 ദിവസത്തെ വരെ ഉള്ളത്. ഇത് ഞങ്ങൾക്ക് ചൊവ്വാഴ്ച പോകുമ്പോൾ ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് അവിടെ പോയി വണ്ടി എടുക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് പറയാലോ, ഇന്ന കാരണം കൊണ്ടാണ് സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കാം. ഇതൊന്നുമില്ലാത്ത നമുക്ക് ടെൻഷൻ അപ്രതീക്ഷിതമായിരുന്നു. ഞങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റേഷനിൽ പോകാണ്ടിരിക്കാം. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയായിരുന്നു അതോ വാഹനം പാർക്ക് ചെയ്തിരുന്നു? യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മളൊരു 70 കിലോമീറ്റർ സ്പീഡ് തന്നെ ആയി. അപ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു യാതൊരു ആവശ്യം ഉണ്ടായില്ല. ഞങ്ങൾക്ക് നേരെ വണ്ടി വല്ല കാട്ടിലോ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാറുണ്ട്. പക്ഷേ ഇതാ ഭയങ്കര നമ്മുടെ ജീവിതത്തിൽ പ്രതികളെ പറ്റി പോലീസുകാർ എന്താ പറഞ്ഞത്? ഇവരെ പിടികൂടിയതിനു ശേഷം എന്തെങ്കിലും പറഞ്ഞു? എന്താണ് കാരണമെന്നോ കുറ്റവാളികളാണെന്നോ വല്ലതും പറഞ്ഞു? സ്ഥിരം കുറ്റവാളികളാണ്, ഹവാല ഇടപാടാന്ന് പറഞ്ഞു. അവർ അതിന് വേണ്ടി പണം തട്ടാൻ വേണ്ടി വന്ന വണ്ടി മാറിപ്പോയതാന്നുള്ള രീതിയിലൊക്കെയാണ് കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടുള്ളവരാണ്, മലയാളികളാണ്, വണ്ടി മാറിപ്പോയതാന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ സംസാരിക്കുന്നത്. ഈ ഹവാല ഇടപാട് തട്ടിപ്പ് അത്തരത്തിൽ ഈ പിടിച്ചുപറി സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് കുറ്റവാളികളെന്നാണ് അവർക്ക് പോലീസ് നൽകിയ വിവരം. അപ്പോൾ വണ്ടി മാറി ഇവരെ ആക്രമിച്ചതാവാമെന്നാണ് അവരുടെ സംശയം. എന്തായാലും അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത വരും ദിവസങ്ങളിലോ ഒക്കെ ലഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും രതീഷ് വളരെ ഗുരുതരമായ അല്ലെങ്കിൽ മാരകമായ ഒരു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അതിൻ്റെ നടുക്കത്തിൽ തന്നെയാണ് യുവാക്കൾ ഇപ്പോഴും. ആ മേഖലയിലൂടെ പോകുന്നവർക്കൊക്കെ ഒരു മുന്നറിയിപ്പ് എന്ന വണ്ണമാണ് അവർ ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചത്. അവരുടെ കയ്യിൽ ഇതിന് മുൻപത്തെ ദൃശ്യങ്ങൾ 30 ദിവസത്തെ ദൃശ്യങ്ങൾ അവരുടെ വാഹനത്തിൽ റെക്കോർഡിലാണെന്നാണ് അവർ പറയുന്നത്. അതായത് യാതൊരു പ്രകോപനവുമില്ലാതെ അവരെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഫോളോ ചെയ്തു വന്ന